കാണ്ടാമൃഗത്തെ വേട്ടയാടുന്നത് അതിൻ്റെ കൊമ്പിന് വേണ്ടിയിട്ടാണ്. അതെന്തിനാ ഉപയോഗിക്കുന്നത് അറിയാമോ? ഉദാഹരണക്കുറവിനാണ്. ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ. അതായത് ഇതിൻ്റെ കൊമ്പ് ഇങ്ങനെ അവിടെ നിൽക്കുമല്ലേ, മനസ്സിലായി? ഒതളങ്ങ നാച്ചുറൽ ആണല്ലോ, അകത്തേക്ക് എന്ന് എന്ത് സംഭവിക്കും? സൂയിസൈഡ് ഫ്രൂട്ട് എന്നാണ് ഒതളങ്ങയെ വിളിക്കുന്നത്. പാവയ്ക്കയിലെ കയ്പെന്ന് പറയുന്നത് പാവൽ എന്ന് പറഞ്ഞ ചെടിക്ക് അതിൻ്റെ ഇമ്മച്ചുറായിട്ടുള്ള സീഡ് മറ്റു ജീവികൾ തിന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതുണ്ടാക്കി വെച്ചേക്കുന്ന ഒരു ഡിഫൻസ് മെക്കാനിസമാണ്. അത് ശരിക്കും ഒരു ടോക്സിക് സംഗതിയാണ്, വിഷമാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത് 1001 ഒറ്റമൂലികൾ എന്ന് പറയുന്നൊരു പുസ്തകം. ഇത്രയും രോഗങ്ങളുടെ മരുന്നറിയാവുന്ന ഒരു ഏതോ വൈദ്യൻ ഇത്രയും സാധനം എഴുതി 10 രൂപയ്ക്ക് വിൽക്കുക. എന്തൊരു വൈശാഖൻ തമ്പിയാണ് നമുക്കിപ്പോൾ. ഹായ് വൈശാഖ. നമ്മൾ മുമ്പ് സംസാരിച്ച് നിർത്തിയത് പാട്ടുകളെ കുറിച്ചായിരുന്നു. അതെ, അതുകൊണ്ട് ഒരു പാട്ടിൽ തന്നെ തുടങ്ങാം. കുറച്ച് കഴിഞ്ഞിട്ട് പോരെ? മതി. പാട്ടിനെ കുറിച്ച് വർത്താനം പറഞ്ഞു എന്നെ പേടിപ്പിക്കാതെ. ശ്രീകുമാരൻ തമ്പി സാറുമായിട്ട് അവസാനം സംസാരിച്ചതിൻ്റെ ഹാങ് ഓവർ എനിക്ക് ഇപ്പോഴും കിടപ്പുണ്ട്. അതിൽ ഹൃദയം കൊണ്ട് എഴുതുന്ന കവിത പ്രണയാതുരം അതിന് ഭാഷ എന്ന് പറയുന്ന വരികൾ സാറിൻ്റെയാണ്. ഈ വരികൾ ഹൃദയം കൊണ്ട് എഴുതാൻ കഴിയുമോ, ഇല്ലെങ്കിൽ കവിത ഹൃദയം കൊണ്ടാണോ എഴുതുന്നത് വൈശാഖ? നിങ്ങളുടെ ആ ഇന്റർവ്യൂ ഞാൻ കണ്ടു. അപ്പൊ അതിനകത്ത് ശ്രീകുമാരൻ തമ്പി സാറിന് മറുപടിയും പറയുന്നുണ്ട്. അങ്ങനെ ചോദിച്ചാൽ അതിന് ഉത്തരവില്ല. നമ്മൾ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി ഇങ്ങനെയൊക്കെ പറയും. വൈകാരികത കലർത്തി പോസിറ്റീവായിട്ടുള്ള വികാരങ്ങളോട് കൂടി ചേർത്താണ് ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നതാണ് ഈ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ വികാരങ്ങളുടെ ഒരു ഇരിപ്പിടം ഹൃദയമാണ്, അല്ലെങ്കിൽ മനസ്സിന്റെ ഇരിപ്പിടം ഹൃദയമാണ് എന്നൊരു ധാരണ പണ്ടേ ആളുകൾക്കുണ്ട്. കാരണം മസ്തിഷ്കത്തിന്റെ പ്രാധാന്യം നമ്മൾ അത്ര പെട്ടെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. മസ്തിഷ്കം ഒരു സൈലന്റ് ആയിട്ടുള്ള അവയവമാണ്. ഹൃദയം സദാസമയം മിടിക്കുന്നു. മസ്തിഷ്കത്തെ തൊട്ട് മസ്തിഷ്കത്തിന്റെ പ്രവർത്തനം നമുക്ക് മിടിപ്പ് ഒന്നും അറിയാൻ പറ്റില്ല. എന്ന് മാത്രമല്ല, ശരീരത്തിൽ എവിടെയും വേദന അറിയണമെങ്കിൽ മസ്തിഷ്കം വേണം. അതായത് നാഡികളിലൂടെ ഈ സിഗ്നല് മസ്തിഷ്കത്തിലെത്തി മസ്തിഷ്കമാണ് അവിടെ വേദന ഉണ്ടെന്ന് പറയുന്നത്. പക്ഷെ മസ്തിഷ്കത്തിൽ നിങ്ങൾ സൂചി കൊണ്ട് കുത്തിയാൽ മസ്തിഷ്കം അറിയത്തില്ല. മസ്തിഷ്കത്തിൽ പെയിൻ സെൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു സ്പെഷ്യൽ അവയവമാണ്. അപ്പൊ മസ്തിഷ്കം ഒരു അണ്ടർ അപ്രീഷിയേറ്റഡ്, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ റേറ്റഡ് അവയവമായിരുന്നു പണ്ടൊരു കാലത്ത്. പിന്നീട് വളരെ അടുത്ത കാലത്തൊക്കെയാണ്, താരതമ്യേന നമ്മുടെ അറിവിന്റെ ചരിത്രം എടുത്തെങ്കിൽ അടുത്ത കാലത്തൊക്കെയാണ് മസ്തിഷ്കം ഇത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള പങ്ക് നമ്മുടെ വികാരത്തിലും ചലനങ്ങളെ നിയന്ത്രിക്കുന്നതിലും മനസ്സിനെ രൂപപ്പെടുത്തുന്നതിലും ഒക്കെ വഹിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായത്. അതിനു മുമ്പ് വൈകാരികമായിട്ടുള്ള തള്ളിച്ചയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഏറ്റവും പെട്ടെന്ന് അനുഭവപ്പെടുന്നത് ഹൃദയത്തിലാണ്. കാരണം വികാരം കൈകാര്യം ചെയ്യാൻ ശരീരത്തിന് കൂടുതൽ എനർജി വേണം, കൂടുതൽ രക്തം ശരീരത്തിന്റെ ഭാഗങ്ങളിലേക്ക് എത്തിക്കേണ്ട ആവശ്യമുണ്ട്. ഈ പണി മെക്കാനിക്കലായിട്ടുള്ള ഈ പണി എടുക്കുന്നത് ഹൃദയമാണ്, അതൊരു പമ്പാണ്. അപ്പൊ അതിന്റെ പ്രഷർ, അതിന് കിട്ടുന്ന സ്ട്രെസ്സൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഫീൽ ചെയ്യും. അപ്പൊ ഒരുപക്ഷെ ആളുകൾ വികാരങ്ങൾ ഹൃദയത്തിലാണ് എന്ന് ആരോപിച്ച അതുകൊണ്ടാവാം. അതുകൊണ്ടാണ് നമ്മൾ പൊതുവിൽ ഭാഷ ശരിക്കും ഒരു കാലത്ത് മനുഷ്യൻ ലോകത്തെക്കുറിച്ച് എന്താണ് മനസ്സിലാക്കിയിരുന്നത് എന്നതിൻ്റെ ഒരുപാട് ഫോസിലുകൾ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയിലുണ്ട്. നമ്മുടെ വാക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെയല്ലേ, ഇതിപ്പോൾ ഒരു ഉദാഹരണമാണ്. നമ്മൾ പണ്ട് കാലത്തെ ഉപയോഗിച്ചു വരുന്ന വാക്കുകൾ, പണ്ട് കാലത്തെ രാഷ്ട്രീയ ശരികൾ എത്രത്തോളം മോശമായിരുന്നു എന്നുള്ളത് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പല ഭാഷാ പ്രയോഗങ്ങളിലുണ്ട്. നമ്മൾ ഇന്നത്തെ കാലത്ത് അതിൻ്റെ ഉത്ഭവം നോക്കുമ്പോൾ അതൊരു മോശം സാഹചര്യത്തിൽ നിന്നാണ് ആ പ്രയോഗം വന്നതെന്നുള്ളതുകൊണ്ട് നമ്മളത് ഒഴിവാക്കും. ഉദാഹരണത്തിന് നപുംസകം എന്നുള്ള വാക്ക് പണ്ട് നമ്മൾ ചീത്ത വിളിക്കാൻ ഉപയോഗിച്ചിരുന്ന വാക്കാണ്. ഇപ്പം നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പം ചെറ്റ എന്ന് പറയുന്ന വാക്ക് ഒരു തെറി വാക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിന് പിന്നീട് ഒരു ജാതീയതയുണ്ട്. ഇന്ന് നമ്മളത് തിരിച്ചറിഞ്ഞ് ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. ഞാൻ പറഞ്ഞത് ഭാഷയിൽ ഇതൊക്കെ ഇങ്ങനെ ഫോസിൽ പോലെ ഇങ്ങനെ കിടപ്പുണ്ട്. അങ്ങനെ കിടക്കുന്ന കൂട്ടത്തിലാണ് ഈ ഹൃദയം വികാരത്തിന്റെ ഭാഗം. അതുകൊണ്ട് കവിക്ക് ഇപ്പോഴും എഴുതാമെന്നാണ് ഞാൻ കരുതുന്നത്. മറ്റൊരു രാഷ്ട്രീയ ശരിയൊന്നും പ്രശ്നമില്ലാത്തതുകൊണ്ട് വേണമെങ്കിൽ ഇനി എഴുതാം. ഇനി നിങ്ങൾക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയാം. പക്ഷേ അറിഞ്ഞിരിക്കണം, ഹൃദയത്തിനൊരു ഭാഷ അങ്ങനെ ഇല്ല എന്നില്ല. പക്ഷേ ഇമോഷൻസ് പലപ്പോഴും ഹൃദയത്തിൽ തന്നെ. ഇപ്പോൾ നമ്മൾ പലതരം വികാരങ്ങൾ, ഭയം ആദ്യം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ഇത് ഹൃദയമെടുപ്പ് കൂടുതൽ. അതല്ല, ഈ ഭയം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ്. നമ്മൾ പൊതുവിൽ എമർജൻസിയോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട 4 എന്ന് പറഞ്ഞാൽ, ഒന്ന് ഫൈറ്റ്, പിന്നെ ഫ്ലൈറ്റ്, പിന്നെ ഫോൺ ഫ്രീസ്. ഈ 4 F വാക്കുകളാണ്. ഒന്നുകിൽ നിങ്ങൾ ആ സാഹചര്യത്തോട് മല്ലിടുക, അല്ലെങ്കിൽ അതിൽ നിന്നും ഫ്ലൈറ്റ് ഓടി മാറുക, പിന്നെ ഫോൺ എന്ന് പറഞ്ഞാൽ കീഴടങ്ങി കൊടുക്കുക എന്നുള്ളത്. ഫ്രീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റാതെ സ്തബ്ധരായി പോവുക. ഇതാണ് നമ്മുടെ പ്രതികരണം. ഇതിൽ ഈ ഫൈറ്റിനും ഫ്ലൈറ്റിനും നല്ല എനർജി വേണം. അപ്പോൾ എനർജി എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ കോശങ്ങളിൽ എനർജി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഓക്സിജൻ, ന്യൂട്രിയൻസ് അവിടെ എത്തണം. അത് ബ്ലഡ് വെച്ച് എത്തുള്ളൂ. ബ്ലഡ് സർക്കുലേഷന്റെ റേറ്റ് കൂട്ടുക അല്ലാതെ ഒരു മാർഗ്ഗമില്ല. അപ്പൊ ആ പണി ആകെ നമ്മുടെ ശരീരത്തിൽ ചെയ്യാൻ പറ്റുന്നത് ഹൃദയത്തിനാണ്. ഉറപ്പായിട്ടും അത് ഹൃദയത്തിന് അനുഭവപ്പെടും.
ഇമോഷൻസിൽ ഇപ്പോൾ പ്രണയം തോന്നിയാൽ തന്നെ ഒരു പുരുഷനും സ്ത്രീയും കൂടെ അടുത്തടുത്ത് വരുമ്പോൾ അവരുടെ ഹൃദയമിടിപ്പിന്റെ ആവൃത്തി കൂടിക്കൂടി വരും. അത് പ്രണയത്തുമായിട്ട് ബന്ധപ്പെട്ട ആങ്സൈറ്റി, ഉത്കണ്ഠയൊക്കെ അതിനകത്ത് ഉണ്ടാവും. അപ്പൊ ഇതിന്റെ എല്ലാം ഫലം എന്ത് ചെയ്താലും എനിക്കാണ് പണി വരുന്നതെന്ന് ഹൃദയം സൈഡിൽ നിന്ന് പറയുന്നുണ്ട്. കാരണം ഇത് പണി കൂട്ടണം, പ്യൂപ്പിൾ ഡൈലേറ്റ് ചെയ്യും അല്ലേ, കാരണം കൂടുതൽ ഇൻഫർമേഷൻ അകത്തേക്ക് എടുക്കുക എന്നുള്ളതാണ്, കൂടുതൽ അലർട്ട് ആകുക. ഇപ്പോൾ ഈ മൈൻഡ് റീഡിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, മൈൻഡ് റീഡിംഗ് എന്ന് പറഞ്ഞ് മജീഷ്യൻസ് ഒക്കെ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടെക്നിക്സ് നിങ്ങളുടെ ശ്രദ്ധ എങ്ങോട്ടാണ് പോകുന്നത്, നിങ്ങൾ എത്രത്തോളം ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങളുടെ കൃഷ്ണമണി നോക്കി അറിയാൻ പറ്റും. കാരണം കൂടുതൽ മെന്റൽ എഫർട്ടോ ഫോക്കസോ വരികയാണെന്നുണ്ടെങ്കിൽ പ്യൂപ്പിൾ ഡൈലേറ്റ് ചെയ്യും. അപ്പോൾ ഒരു അത് വെറുതെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കുട്ടിക്ക് ഒരു പ്രോബ്ലം ഇട്ട് കൊടുക്കുകയാണ്, മാത്സിലെ പ്രോബ്ലം, ഒരു ഈസി പ്രോബ്ലം, ഒരു ഹാർഡ് പ്രോബ്ലം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഹാർഡ് പ്രോബ്ലം ചെയ്യുമ്പോൾ കുട്ടിയുടെ പ്യൂപ്പിൾ കുറച്ചുകൂടെ വലുതാവും. കാരണം കൂടുതൽ എഫർട്ട് ഇടുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട റെസ്പോൺസിൽ പെട്ടതാണ്. ഞാൻ ചില സമയം ചോദ്യം ചോദിക്കുമ്പോൾ കണ്ണുകൾ ഇങ്ങനെ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് ഈ ബോഡി ലാംഗ്വേജിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ആളുകൾ പറയുന്നത് ഒരാൾ പറയുന്ന വിഷയത്തിൽ എത്രത്തോളം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അയാളെ കണ്ടിട്ട് നോക്കിയാൽ താല്പര്യം കൂടുതലാണെന്നുണ്ടെങ്കിൽ ഞാനിത് ടീച്ചർ എന്ന നിലയിൽ ചില സമയത്ത് ആസ്വദിക്കും. ഈ പറഞ്ഞുകൊണ്ട് വരുന്ന വിഷയം ചിലപ്പോൾ ബോറാണെന്ന് തോന്നുമ്പോൾ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു മസാല കഥയോ പെട്ടെന്ന് എല്ലാവരുടെയും കണ്ണ് ഇങ്ങനെ തള്ളി വരും. കാരണം അത് ആ ഫോക്കസ് വരുമ്പം ഓട്ടോമാറ്റിക്കലി അലർട്ട് ആവുന്നതാണ് കൂടുതൽ. ഈ കുട്ടികളുടെ കാര്യം പറഞ്ഞുകൊണ്ട് അധ്യാപകൻ കൂടിയാണ്, ചെറിയ പിള്ളേരെയൊക്കെ ഒബ്സർവ് ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോൾ ചില വാക്കുകളൊക്കെ ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ വൈശാഖനോട് സംസാരിക്കുമ്പോഴേ എനിക്ക് മനസ്സിലായത് ഇപ്പോൾ ടോക്സിസിറ്റി എന്ന് പറയുന്ന വാക്ക് തെറ്റായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഈ ഡിപ്രഷൻ കുറേ കാലം മുമ്പ് ഉപയോഗിക്കാറുണ്ട്, ഇപ്പോൾ കുറേ കൂടെ പഠിച്ചു എന്ന് തോന്നുന്നു. മൂഡ് ഓഫിനൊക്കെ ഡിപ്രഷൻ എന്ന് ഉപയോഗിക്കുക. ഡിപ്രഷൻ വേറൊരു മെഡിക്കൽ സ്റ്റേറ്റ് ആണ്. അപ്പോൾ അത് അറിഞ്ഞുകൂടാതെ ഈ കാലഘട്ടത്തിലെ അവയർനെസ് ഇല്ലെങ്കിൽ കുറച്ച് ഇത്തരത്തിലുള്ള മെഡിക്കൽ നോളജ്, ഈ മെൻ്റൽ ഹെൽത്തിനെ സംബന്ധിച്ചിട്ടുള്ള നോളജൊക്കെ നമുക്ക് കുറച്ചുകൂടെ ഉണ്ടെന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷെ ആ അവയർനെസ്സിൻ്റെ യഥാർത്ഥത്തിലുള്ള നമുക്കില്ല എന്ന് മനസ്സിലാക്കുന്നതാണ് ഈ വാക്കുകളൊക്കെ തെറ്റായി പ്രയോഗിക്കുന്നത്. ശരിക്കും ഇതിൻ്റെയൊക്കെ ഒരു ദുരന്തം നമ്മളിപ്പോൾ അനുഭവിക്കുന്നില്ലേ? ഇതിന് രണ്ട് വശമുണ്ട്. നമ്മൾ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചിട്ടുള്ള അവയർനെസ്സിൽ താരതമ്യേന കുറച്ച് മുമ്പിൽ പോയിട്ടുണ്ടെന്നുള്ള സത്യമാണ്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് അറിയില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ആ സ്കൂൾ ഏജിലുള്ള കുട്ടികൾക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ മറുവശം എന്ന് പറയുന്നത് ഈ സ്കൂൾ ഏജിലുള്ള കുട്ടികളുടെ മുൻതലമുറയ്ക്ക് ഇത് കിട്ടിയിട്ടില്ല, അവരിത് പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കുട്ടികളാണെങ്കിൽ ഈ വാക്കുകൾ നിരന്തരം കേൾക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു പ്രോപ്പർ എഡ്യൂക്കേഷൻ കിട്ടിയിട്ടില്ല. അവർ കേട്ട് മനസ്സിലാക്കുക ചെയ്യുന്നു. അവർ വാക്കുകൾ പിക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡിപ്രഷൻ എന്നുള്ള വാക്ക് അവർ പിക്ക് ചെയ്തിട്ടുണ്ട്. ടോക്സിക്, ഒരാളിനെ ടോക്സിക് ആണെന്ന് വിളിക്കുന്ന ടോക്സിക് റിലേഷൻഷിപ്പ് എന്നുള്ള വാക്ക് അവർ പിക്ക് ചെയ്യും. കാരണം ആ ഏജിൽ അവർ കൂടുതൽ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ അത് മിസ്യൂസ് ചെയ്യുന്ന ഒരു സൈഡ് നടക്കുന്നുണ്ട്. എന്നാൽ മെൻ്റൽ ഹെൽത്ത്, റിയൽ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂവിനെ കുറിച്ച് അറിയാതിരിക്കുക എന്ന് പറയുന്ന സൈഡ് വേറെ സൈഡിലുണ്ട്. ഇത് രണ്ടും നമ്മളിപ്പോൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ സാഡ് ആയിരിക്കുന്നത് ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമാണ്. ഇപ്പോൾ സാഡ് ആയിരിക്കുമ്പോൾ ഞാൻ ഡിപ്രഷനായില്ലടാ എന്ന് പറയും, ഞാൻ ഇൻട്രസ്റ്റ് ഇല്ല, എനിക്ക് ഡിപ്രഷനാണെന്ന് പറയും. അപ്പോൾ അതൊരു ചില സ്ഥലങ്ങളിൽ അത് ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരു ക്ലിനിക്കൽ കണ്ടീഷനാണ്. ആങ്സൈറ്റി, ഇതെല്ലാം ഒരു ഡിസോർഡർ കണ്ടീഷനിലേക്ക് പോകും. ഇതെല്ലാം ചെറിയ അളവിൽ എല്ലാവർക്കും ഉള്ള വികാരങ്ങളുടെ ഒരു ഔട്ട് ഓഫ് പ്രൊപ്പോർഷൻ, അനാനുപാതികമായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് ഇതെല്ലാം ഡിസോർഡർ ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇതൊരു മെൻ്റൽ ഹെൽത്ത് പ്രാക്ടീഷണർക്ക്, മെൻ്റൽ ഹെൽത്ത് എക്സ്പെർട്ട് ആയിട്ട് ഒരാളിന് ചില മാനദണ്ഡങ്ങളുണ്ട് എപ്പോഴാണ് ഇതൊരു ഡിസോർഡർ ആയിട്ട് മാറുന്നത്. നിങ്ങൾക്ക് വിഷമമുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഡിപ്രഷൻ ആവില്ല. അപ്പോൾ അതാണ് എക്സ്പെർട്ടിൻ്റെ ആവശ്യം. എക്സ്പെർട്ട് നമ്മളോട് സംസാരിച്ച് നമ്മൾ ഏതൊക്കെ സിറ്റുവേഷനിൽ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നുള്ള കഥയൊക്കെ കുറേ കേട്ട് കഴിയുമ്പോഴാണ് ഇത് ഡിപ്രഷൻ ആണോ അല്ലയോ എന്നൊരു നിഗമനത്തിൽ അദ്ദേഹത്തിന് എത്താൻ കഴിയുന്നത്. അപ്പോൾ പോലും പുള്ളി 100% ഉറപ്പിക്കത്തില്ല, പിന്നെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയും. പക്ഷെ നമ്മുടെ പല ചെറുപ്പക്കാരും ഒറ്റയടിക്കും ഒരു ദിവസം ഒന്ന് വിഷമിച്ചിരുന്നു കഴിഞ്ഞാൽ പിറ്റേന്ന് അവർ പറയും എനിക്ക് ഡിപ്രഷനാണെന്ന് പറയും. പിന്നെ അവരുടെ കാര്യങ്ങളോട് കണ്ണുമടച്ച് എഗ്രി ചെയ്യാത്ത ആൾക്കാരെല്ലാം ടോക്സിക് ആണെന്ന് പറയും. അത് നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ഒരു, ഇനിയിപ്പോൾ പണ്ടത്തെ പോലെ പോരാ. മെൻ്റൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ രണ്ട് സൈഡിൽ നിന്നും ചെയ്യണം. ഇതല്ലാന്നും ശരിക്കുള്ളത് എന്താണെന്നും പഠിപ്പിക്കണം. പണ്ട് ശരിക്കുള്ളത് എന്താണെന്ന് പഠിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കാത്തതിൻ്റെ ഒരു പ്രശ്നം കൂടെ കിടപ്പുണ്ട്. കാരണം അവയർനെസ് ഭയങ്കര മോശമാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ മെൻ്റൽ ഹെൽത്ത് എക്സ്പേർട്സിൻ്റെ അവൈലബിലിറ്റി മോശമാണ്, കുറവാണ് എന്നൊരു പ്രശ്നമുണ്ട്. എന്നാൽ മെൻ്റൽ ഹെൽത്തിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് അത്ര ചെറുതല്ലാതാണ്. ഒരുപാട് കോമൺ ആണ് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ്, പക്ഷെ അത് അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല. പലർക്കും മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ആണെന്ന് മനസ്സിലാകുന്നില്ല. പിന്നെ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂവിന് ഒരു പ്രശ്നം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ലല്ലോ. ഭൗതിക ശരീരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ നമുക്ക് വേദനയായിട്ട് അനുഭവപ്പെടും, കാഴ്ചയിൽ പ്രശ്നങ്ങളുണ്ടാകും, എന്തെങ്കിലും ഒരു കളർ വ്യത്യാസം വരുന്നതോ ഒരു മുഴ വരുന്നതോ വേദനയോ ഒക്കെ നമുക്ക് തൊട്ടറിയാൻ പറ്റും. ഒരു മാനസികമായിട്ടുള്ള നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്, വാട്ട് ദ ബ്രെയിൻ ഡസ് എന്നാണ്.
മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനത്തെയാണ് നമ്മൾ മൈൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനത്തിൽ സ്വാഭാവികമായി അല്ലെങ്കിൽ നോർമലായിട്ട് നടക്കേണ്ട കാര്യങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അത് നോർമൽ എവിടെയാണ് ഇരിക്കുന്നത് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. എത്രത്തോളം വ്യത്യാസം വന്നാലാണ് അബ്നോർമൽ ആകുന്നതെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പലപ്പോഴും ഇതിനിടയ്ക്ക് ആൾക്കാർ ഇത് സ്വഭാവമായി ദൂഷ്യമായിട്ടൊക്കെ അങ്ങ് വ്യാഖ്യാനിക്കും. ചിലപ്പോൾ ഇതിൻ്റെ ഈ വിക്ടിമായിരിക്കുന്ന ആളും അങ്ങ് വിചാരിക്കും അതാണ് മെൻ്റൽ ഹെൽത്ത് ഡിസോർഡർ ആണെന്ന് മനസ്സിലാകുക. ചിലപ്പോൾ ഒരു ചെറിയ മെഡിക്കൽ ഇൻ്റർവെൻഷൻ കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നമായിരിക്കും. പക്ഷെ അതിനെക്കുറിച്ചൊരു അവയർനെസ് നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ്. അതിനെ തുടർന്ന് തന്നെ ഈ ടോക്സിസിറ്റി എന്ന് പറയുന്നത്, ടോക്സിക് എന്ന് പറയുന്ന വാക്ക് തന്നെ പണ്ട് ഒരു വിഷമാണ്, സീരിയസ് വാക്കാണ്, ഒരു വിഷമാണെന്നാണ് ഇത് ശരിക്കും പറയും. അപ്പൊ അപ്പനെ നോക്കിയിട്ട് അപ്പൻ ടോക്സിക് ആണെന്ന് പറയുന്നത് എൻ്റെ അടുത്ത് പറഞ്ഞ ആളുകളുണ്ട്, സാർ അച്ഛൻ ഭയങ്കര ടോക്സിക് ആണ്. ഞാൻ പൊതുവെ അങ്ങനെയുള്ള അഭിപ്രായങ്ങളോട് ഞാൻ അങ്ങനെ ഹൈപ്പറായിട്ട് പ്രതികരിക്കില്ല. എന്താ അങ്ങനെ തോന്നാൻ, ഇങ്ങനെ വളരെ കാമായിട്ട് പറഞ്ഞു വരുമ്പോഴത്തേക്കും പുള്ളി വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും അങ്ങനെ പെട്ടെന്ന് അച്ഛൻ സമ്മതിച്ചു കൊടുക്കാത്താണ് പ്രശ്നം. വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അത് പക്ഷെ പുള്ളി മനസ്സിലാക്കിയിരിക്കുന്നത് ഇതാണ് ടോക്സിക് എന്നാണ്. ഈ പ്രണയബന്ധത്തിലൊക്കെ പലപ്പോഴും ഈ ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഈ ഒരാളുടെ സ്വകാര്യത, അയാളെ വ്യക്തിയെ അംഗീകരിക്കാതിരിക്കുക, പ്രോപ്പർട്ടിയാക്കി മാറ്റുക, ഇങ്ങനെയൊക്കെയുള്ള എക്സ്റ്റെൻഡിലേക്ക് പോകുമ്പോഴാണ് അത് ടോക്സിക്. പലപ്പോഴും മിക്കവാറും വിക്ടിമിന് മനസ്സിലാവില്ല മറ്റേ ആൾ ടോക്സിക് ആണ്, അല്ലെങ്കിൽ അയാൾ ഉള്ളത് ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലാണെന്ന് മനസ്സിലാവില്ല. അത് മനസ്സിലാക്കാൻ തന്നെ പാടാണ്. അതെ, പക്ഷെ അത് ശരിക്കും ടോക്സിസിറ്റി അറിയാത്തതുകൊണ്ടാവണം നമുക്കിത് പെട്ടെന്ന് ടോക്സിക് ആണെന്ന് പറയുന്നത്. അങ്ങനെ വിഷയമുണ്ട്. ഈ ചില കാര്യങ്ങളെ നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ, ഇപ്പം മെൻ്റൽ ഹെൽത്തിൻ്റെ കാര്യത്തിൽ തന്നെ നമുക്ക് വളരെ കുറച്ച് പഠിത്തം മാത്രമുള്ളൊരു ഏരിയ ആണ്, ഇല്ലെങ്കിൽ കുറച്ച് ദുർഗ്രഹമാണ്. ഇപ്പോൾ MRI സ്കാനിങ് ഒക്കെ വരുമ്പോഴാണ് നമ്മൾ തലച്ചോറിലെ പല കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ MRI സ്കാനിങ് വന്നിട്ട് അധികം കാലമായിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ കുറച്ചൊരു അത്രയും പ്രോഗ്രഷൻ വന്നിട്ടില്ലാത്തൊരു ഏരിയ ആയിരിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് അത്രയും പറ്റുള്ളൂ എന്ന് വിചാരിക്കാം. ഈ സൈക്കോളജി എന്ന് പറയുന്നത്, ഞാനൊരു കോളേജ് അധ്യാപനം, എൻ്റെ കോളേജിൽ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അപ്പോൾ എനിക്കറിയാം കുട്ടികൾക്ക് ഏറ്റവും താല്പര്യമുള്ള വിഷയമാണ് സൈക്കോളജി. ഈ സൈക്കോളജി പക്ഷേ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടല്ല ഈ താല്പര്യം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ ഒരു ഒബ്സർവേഷനാണ്, ഇതൊരു ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്ന റിസർച്ചൊന്നുമല്ല. പക്ഷേ അങ്ങനെ അത് നമ്മൾ പബ്ലിക്കിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. സൈക്കോളജി പഠിച്ച ആളിന് മെയിൻ റീഡ് ചെയ്യാൻ പറ്റും എന്നൊക്കെ വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതായത് സൈക്കോളജി പഠിച്ചതല്ലേ എന്നാ പറഞ്ഞാൽ ഇപ്പം എന്താ ചിന്തിക്കുന്നത്, ഇങ്ങനെ ചോദിക്കുന്നവർ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ കരുതുന്നത് പിന്നെ ഈ സിനിമയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്റ്റീരിയോ ടൈപ്പ് സൈക്യാട്രിസ്റ്റുമാരുണ്ടല്ലോ, അതായത് മറ്റേ ഈ ഹിപ്നോട്ടൈസ് ചെയ്ത് കഴിഞ്ഞ ജന്മത്തിലെ കാര്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരിക, പിന്നെ മണിച്ചിത്രത്താഴ് സിനിമ കാണിക്കുന്ന പോലെ മറ്റേ എന്താണ് അകത്ത് കിടക്കുന്ന സൈക്കിക് വൈബ്രേഷൻസ് തിരിച്ചറിയാൻ കഴിയും. ഇങ്ങനെയൊക്കെയുള്ള കുറേ ഭയങ്കര അതീന്ദ്രിയമായിട്ടുള്ള കുറേ കഴിവുകളുള്ളൊരു ഒരു ശാസ്ത്രമായിട്ടാണ് ഈ സൈക്കോളജി ആൾക്കാർ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. രണ്ട്, ഈ സൈക്കോളജിക്കൽ എന്നുള്ള സംഗതിയുടെ ഒരു ന്യൂറോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അത് ഈ ന്യൂറോ സയൻസിൻ്റെ കഴിഞ്ഞ ഏതാനും ദശാബ്ദങ്ങളിലുള്ള ഭയങ്കരമായ വളർച്ച ഈ നമ്മുടെ ഈ അറിവിനെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അത് പലപ്പോഴും ഈ സൈക്കോളജിസ്റ്റുകളിൽ പോലും അത് പൂർണ്ണമായിട്ട് ചിലപ്പോൾ എത്തിയിട്ടുണ്ടാവണമെന്നില്ല. കാരണം അത് വേറെ തന്നെ രീതിയിലാണ് നമ്മുടെ നാട്ടിൽ ആ വിഷയം പഠിക്കപ്പെടുന്നത്. അപ്പോൾ ഈ സൈക്യാട്രിസ്റ്റ് വേഴ്സസ് സൈക്കോളജിസ്റ്റ് ക്ലാഷ് ഭയങ്കര കോമൺ ആണ് നമ്മുടെ നാട്ടിൽ. അത് പക്ഷേ ഇതിൻ്റെ ഈ പ്രൊഫഷണലുള്ള ആൾക്കാർ സമ്മതിച്ചു തരില്ല. പക്ഷെ ഞാൻ പേഴ്സണലി കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ സൈക്കോളജിസ്റ്റിന് പൊതുവെ മെഡിസിനോട് താല്പര്യമില്ല, അവർ തെറാപ്പിയാണ്, അവർ ഇൻ്റർവെൻഷൻ അങ്ങനെയാണ് ചെയ്യുന്നത്. സൈക്യാട്രിസ്റ്റിന് മെഡിസിനാണ്, സൈക്യാട്രിസ്റ്റിൻ്റെ എക്സ്പെർട്ട് ഏരിയ ആണ്. നമ്മുടെ കയ്യിൽ ചുറ്റിയിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്നതല്ല ആണിയാണെന്ന് കരുതുന്നത്. സൈക്യാട്രിസ്റ്റ് ട്രെയിൻ ചെയ്തിരിക്കുന്നത് മെഡിസിനൽ പാർട്ടിലാണ്, ആ തെറാപ്യൂട്ടിക് ഇൻ്റർവെൻഷനിലാണ്. ഇത് ഏതാണ് ബെറ്റർ? ഇത് ശരിക്കും കുറച്ച് സെൻസിബിളായിട്ട് സംസാരിക്കുന്ന, കുറച്ചുകൂടി എക്സ്പെർട്ടീസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്ന ആളുകൾ പറയുന്നത്, നിങ്ങളിത് ഇതല്ലെങ്കിൽ അത് എന്നുള്ളൊരു ലൈനിൽ പിടിക്കരുത്. ചിലയിടങ്ങളിൽ നിങ്ങൾക്ക് മെഡിസിൻ്റെ ആവശ്യം വരില്ല, നിങ്ങൾക്ക് ചിലയിടങ്ങളിൽ തെറപ്പി മാത്രം, അതൊരു സൈക്കോളജിക്കൽ ഇൻ്റർവെൻഷൻ മാത്രം മതിയായിരുന്നു. ഒരു ബിഹേവിയറൽ മോഡിഫിക്കേഷൻ എന്നൊക്കെ പറയുന്ന രീതിയിലോ, അല്ലെങ്കിൽ കോഗ്നിറ്റീവ് റീസ്ട്രക്ചർ, അങ്ങനെ കുറേ വാക്കുകൾ അവർ ഉപയോഗിക്കും. നമ്മുടെ ചിന്താഗതിയിലുള്ള പാറ്റേണുകളെ തിരിച്ചറിഞ്ഞ് മാൽ ആയിട്ടുള്ള തോട്ട്സ് എന്ന് പറയും. അതായത് നമുക്ക് നോർമലി ഗുണം ചെയ്യാത്ത തരത്തിലുള്ള തിങ്കിങ് പാറ്റേൺ നമുക്കുണ്ട്. അത് നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾ ഏൺ ചെയ്തെടുക്കുന്നതായിരിക്കും. അതിനെ മാറ്റാൻ ശരിയാക്കി എടുക്കാനുള്ള ടെക്നിക്കുകളുണ്ട്, അത് ചെയ്യാം. പക്ഷെ ആ ടെക്നിക്ക് കൊണ്ട് മാത്രം വർക്ക് ചെയ്യാത്ത രീതിയിലുള്ള ഇൻറ്റൻസിറ്റി ഉള്ള ചില കേസുകളിൽ ചിലപ്പോൾ മെഡിസിൻ കൂടെ ചേർത്തായിരിക്കും അത് നിങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഇത് പലപ്പോഴും ഒരു തർക്കമായിട്ട് അവിടെ നിൽക്കുന്നുണ്ടാവും. അതൊരു ചിലപ്പോൾ ഒരു പ്രൊഫഷണൽ ഈഗോയുടെ ഭാഗമാകാം. പിന്നെ മറുവശത്ത് ആക്ച്വലി സംഗതി എന്താണ് എന്നതിനെക്കുറിച്ച് നമ്മളിപ്പോൾ നമ്മുടെ ഒരുപാട് ഇപ്പോൾ അംഗനവാടികളിലോ പഞ്ചായത്തുകളിലോ ഒക്കെ കേന്ദ്രീകരിച്ച് ഒരുപാട് ഹെൽത്ത് അവയർനെസ് ക്യാമ്പയിനുകൾ നമ്മൾ നടത്തും. ഡോക്ടർമാർ വന്നിരുന്ന് ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് സംസാരിക്കും. അതിനുള്ളൊരു ക്ലാരിറ്റി മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചുള്ള സംഭാഷണത്തിൽ പൊതുവെ കാണാറില്ല. അത് ചിലപ്പോൾ മാക്സിമം പോയി പറയാൻ പറ്റുന്നത് ഇങ്ങനെ അസുഖങ്ങളുണ്ട് എന്നും ഈ അസുഖങ്ങൾക്ക് ചികിത്സ സാധ്യമാണ്
ശരിയാണ്. പക്ഷെ അത് പോരാന്നാണ് പേഴ്സണലി എൻ്റെ അഭിപ്രായം. എന്തുകൊണ്ടാണ് ഈ സംഗതികൾ ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്? അപ്പോൾ ഞാൻ അത് എനിക്ക് താല്പര്യമുള്ള മേഖല ആയതുകൊണ്ട് ഞാൻ കുറേ ഇതിൻ്റെ പിന്നാലെ വെച്ച് പിടിച്ചിട്ടുണ്ട്. എനിക്ക് സുഹൃത്തുക്കളുടെ ഇടയിൽ എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിൽ ഒരുപാട് സൈക്യാട്രിസ്റ്റുമാരും സൈക്കോളജിസ്റ്റുമാരും ഒക്കെ ഉണ്ട്. പിന്നെ നമുക്കൊരു സയൻസ് എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് പുസ്തകം വായിച്ചാൽ കുറേയൊക്കെ മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ. ഇപ്പോൾ ബ്രെയിനിൻ്റെ പ്രവർത്തനമാണ് മൈൻഡ്. നമ്മൾ മൈൻഡിനെ കുറിച്ചാണല്ലോ സൈക്കോളജി. അപ്പോൾ ബ്രെയിനിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് ന്യൂറോൺസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനും അത് പഠിച്ചു വെച്ചേക്കുന്ന മെമ്മറി, അതിൽ നിന്ന് നമ്മൾ കിട്ടിക്കുന്ന കണ്ടീഷൻ, ഇതെല്ലാം ചേർത്താണ് ബ്രെയിനിൻ്റെ പ്രവർത്തനം വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പ്രത്യേക സിറ്റുവേഷനോട് നമ്മൾ അങ്ങനെ പ്രതികരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പ്രതികരണം ഒരേ സിറ്റുവേഷനോട് പല ആളുകൾ പല രീതിയിൽ പ്രതികരിക്കും. അപ്പോൾ മനസ്സിലാക്കാൻ എളുപ്പത്തിന് നമ്മുടെ തോട്ട്സിനെ നമ്മൾ പല ലെവലിലായിട്ട് പറയും. ഇപ്പോൾ ഏറ്റവും ആദ്യത്തെ, ഇപ്പോൾ പെട്ടെന്ന് ഒരാൾ എൻ്റെ മുമ്പ് വന്നിട്ട് എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. ഇയാൾ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിക്കുകയാണ് ദേഷ്യത്തിൽ. അപ്പോൾ ഞാൻ അതിനോട് പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ചില ആൾക്കാർ ചിലപ്പോൾ അങ്ങോട്ട് ദേഷ്യപ്പെടും, ഇയാളാണ് പോയി എൻ്റെ അടുത്ത് ചോദിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ എന്തായി സംഭവിക്കുന്നത് മനസ്സിലാകാതെ അങ്ങനെയൊക്കെ സംഭവിക്കാം. പക്ഷേ നമുക്കറിയാം എല്ലാവരും ഒരുപോലെ പ്രതികരിക്കില്ല. അപ്പോൾ ആ പ്രതികരണത്തെ നയിക്കുന്നത് നമ്മുടെ ഓട്ടോമാറ്റിക് തോട്ട്സാണ്. നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ ആലോചിച്ച് ഇങ്ങനെ പ്രതികരിക്കാം എന്ന് വിചാരിച്ചിട്ടല്ല നമ്മൾ പ്രതികരിക്കുന്നത്. അതിനാണ് നമ്മൾ ഓട്ടോമാറ്റിക് തോട്ട്സ് എന്ന് വിളിക്കുന്നത്. ഈ ഓട്ടോമാറ്റിക് തോട്ട്സിൻ്റെ പിന്നിൽ വേറൊരു ലെവലുണ്ട്. അതിനെ നമ്മൾ ഇൻ്റർമീഡിയറ്റ് തോട്ട്സ് എന്ന് വിളിക്കും. അത് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ചില റൂൾസാണ്. നമ്മൾ എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കേണ്ടതാണ്, എന്താണ് നല്ല രീതി, എന്താണ് മോശം രീതി, ഇത് നമ്മൾ ചില റൂൾസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ റൂൾസാണ് നമ്മുടെ ഓട്ടോമാറ്റിക് തോട്ട്സിനെ കൺട്രോൾ ചെയ്യുന്നത്. അതായത് ആ റൂൾസ് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മളുടെ ബിഹേവിയർ വരുന്നത്. ഇതിൻ്റെ അടിയിലൊരു സംഗതിയുണ്ട്. അതിന് നമ്മൾ പൊതുവെ കോർ ബിലീഫ് എന്ന് വിളിക്കും. സൈക്കോളജിസ്റ്റുകളുടെ ഭാഷയിൽ കോർ ബിലീഫാണ്. ഈ കോർ ബിലീഫുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ റൂൾസ് ഉണ്ടാക്കുന്നത്. കോർ ബിലീഫ് എന്ന് പറഞ്ഞപ്പോൾ ഉദാഹരണത്തിന് ഈ കോർ ബിലീഫ് നമ്മൾ കുഞ്ഞുനാൾ മുതൽ ഈ ലോകത്തോട് ഇടപെട്ട് ചുറ്റുപാടുള്ള മനുഷ്യരോടും സാഹചര്യങ്ങളോട് ഇടപെട്ട് നമ്മൾ ലോകത്തെക്കുറിച്ച് ഉണ്ടാക്കി വെച്ചേക്കുന്ന അടിയുറച്ച ധാരണകളാണ്. ഇതിൽ നെഗറ്റീവ് കോർ ബിലീഫ്സ് ഉണ്ട്. അതായത് ആക്ച്വലി അങ്ങനെ അല്ല, പക്ഷെ നമ്മൾ കുറച്ച് ഓവറായിട്ട് കോഷ്യസ് ആയിട്ട് ഈ ചില കാര്യങ്ങൾ നമ്മുടെ എക്സ്പീരിയൻസ് കൂടെ കൊണ്ടായിരിക്കും സംഭവിക്കുന്നത്, നമ്മൾ വളർന്ന സാഹചര്യങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ലോകത്തെ മനുഷ്യരാരും ശരിയല്ല, ആരെയും വിശ്വസിക്കുക, ഇങ്ങനെ ഒരു ധാരണ കൊണ്ടു നടക്കുന്ന ഒരാൾ, അതൊരു കോർ ബിലീഫായിട്ട് കൊണ്ടു നടക്കുന്ന അയാൾക്ക് മനസ്സിലാവില്ല അയാൾ അങ്ങനെ ഒരു ധാരണ കൊണ്ടു നടക്കുന്നത്. കാരണം അയാളുടെ ഭയങ്കര പ്രിമിറ്റീവ് തോട്ടാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ ഒരു ഇൻ്റർമീഡിയറ്റ് ബിലീഫ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആരെങ്കിലും വന്നൊരു കാര്യം പറഞ്ഞാൽ ഉടനെ അത് വിശ്വസിക്കരുത്. കാരണം എന്താണ്? അകത്ത് കിടക്കുന്ന ബിലീഫ് ഒരാളും സത്യസന്ധരല്ല. അപ്പോൾ വിശ്വസിക്കരുത്. അപ്പോൾ വിശ്വസിക്കാത്ത ഒരാളെ പോലെ ആയിരിക്കും അയാൾ. ഇപ്പോൾ ഒരു സെയിൽസ്മാൻ ഒരു സാധനം വിൽക്കാൻ കഴിഞ്ഞാൽ ഉടനെ അവൻ പറ്റിക്കാനാണ് വരുന്നതെന്നായിരിക്കും നമ്മൾ അങ്ങനെ ഇവിടെ ഒന്നും വേണ്ട അങ്ങനത്തെ പ്രതികരണങ്ങൾ വരുന്നത്. നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞു എന്താണ് ഇയാൾ ശരിയല്ല, ഇയാളെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ഇതിൻ്റെ ഉള്ളിൽ വർഷങ്ങളായിട്ട് ആരെങ്കിലും പറഞ്ഞോ അനുഭവിച്ചോ കിട്ടിയിരിക്കുന്ന ചില സംഗതി. ഇപ്പോൾ പിന്നെ വേറൊരു ഈ ഒരു കോർ ബിലീഫ്സ്, നെഗറ്റീവ് കോർ ബിലീഫ്സിൻ്റെ ലിസ്റ്റ് വെറുതെ ഇൻ്റർനെറ്റിൽ കയറിയിട്ട് ലിസ്റ്റ് ഓഫ് കോമൺ നെഗറ്റീവ് കോർ ബിലീഫ്സ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ കൊണ്ട് പലപ്പോൾ നമ്മൾ പലർക്കും ഇത് പലതും കാണും. പക്ഷെ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇൻ്റർമീഡിയറ്റ് ബിലീഫ് ഉണ്ടാക്കി ആ റൂൾസിൻ്റെ അടിസ്ഥാനത്തിലാക്കി നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് സാഹചര്യങ്ങളോട് പ്രതികരിക്കണം. ഈ നമ്മൾ ഈ മനസ്സിൽ കൊണ്ടു നടക്കുന്ന കോർ ബിലീഫ്സ് എത്രത്തോളം യാഥാർത്ഥ്യത്തിന് നിരക്കാത്തതാണോ അത്രത്തോളം നമ്മുടെ പെരുമാറ്റത്തിലും ആ ഒരു വ്യത്യാസം ഉണ്ടാകും. ഒരുപാട് പേർക്ക് അത് കറക്റ്റ് റിയലിസ്റ്റിക് ആയിട്ടുള്ള ധാരണകളായിരിക്കും. അപ്പോൾ അവരുടെ ഇൻ്റർമീഡിയറ്റ് ബിലീഫ്സ് അങ്ങനെ തന്നെ ആയിരിക്കും, ഓട്ടോമാറ്റിക് തോട്ട്സും ഓക്കെ ആയിരിക്കും. പക്ഷെ ചിലപ്പോൾ എക്സ്ട്രീം കേസസ് ഉണ്ട്. ഇപ്പോൾ കുട്ടിക്കാലം മുതലേ ഞാനൊരു ഹൈപ്പോത്തറ്റിക്കൽ എക്സാമ്പിൾ പറഞ്ഞ് വിമർശനം മാത്രം കേൾക്കുന്നത്, എന്ത് ചെയ്താലും ചുറ്റുമുള്ള മുതിർന്ന ആളുകൾ അച്ഛനോ അമ്മയോ എങ്ങനെയാണോ ചെയ്യേണ്ടത് നിനക്കിത് അറിയില്ല എന്ന് പറഞ്ഞ് വളരുന്ന ഒരു കുട്ടിയുണ്ടെന്ന് വിചാരിച്ചോളൂ. ആ കുട്ടി കരുതുന്നത് എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല. അപ്പോൾ ഈ ഒരു കോർ ബിലീഫ് ഉറച്ചൊരു കുട്ടി, അയാളുടെ റൂൾസ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പറയുകയാണെങ്കിൽ അതങ്ങ് ചെയ്യണം. കാരണം എന്നെ കൊണ്ട് കൊള്ളത്തില്ല, എനിക്ക് ബുദ്ധിയില്ല, അപ്പോൾ അയാൾ പറഞ്ഞ് ചെയ്യണം. അപ്പോൾ ഒരാൾ വന്നിട്ട് ഒരു കാര്യം ആവശ്യപ്പെട്ട് അവനങ്ങ് ചെയ്യും. കാരണം അവൻ പഠിച്ചു വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവൾ പഠിച്ചു വെച്ചിരിക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലതെന്നാണ്. അതിന് പിന്നിൽ ഏറ്റവും അടി ചെല്ലുമ്പോഴത്തേക്കും എനിക്ക് ബുദ്ധിയില്ല അല്ലെങ്കിൽ എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല എന്നൊരു സംഗതി ഉള്ളി കിടപ്പുണ്ടാവും. അപ്പോൾ ഇത് നാളെ അയാൾ പീപ്പിൾ പ്ലീസറായിട്ട് മാറ്റാനുള്ള സാധ്യതയുണ്ട്. ആര് പറഞ്ഞാലും അയാൾ ചെയ്യും. അയാൾ നോ പറയത്തില്ല. കാരണം അയാൾ വരുന്ന അയാൾക്ക് നോ പറയാനുള്ള യോഗ്യതയില്ല. നോ പറയുന്നത് നിങ്ങൾ പറയുന്നത് തെറ്റാണ് എന്ന് പറയണമെങ്കിൽ അസസ് ചെയ്യാനുള്ള കഴിവ് വേണം. എനിക്കതില്ല. ഇതൊരു നെഗറ്റീവ് കോർ ബിലീഫ് ഇങ്ങനെ വരുന്നതാണ്. ഇത് ചിലപ്പോൾ എവിടുന്നാണ് വരുന്നത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഒരു പ്രൊഫഷണലായിട്ടൊരാൾ ഒരു മനുഷ്യൻ ഇങ്ങനെ ഒന്ന് പറയുകയാണ്, അയാൾ ഇത് മിക്കവാറും ചെന്നെത്തുന്നത് വല്ല ആങ്സൈറ്റി ഡിസോർഡറിലൊക്കെ ആവുമ്പോഴാണ് ഇയാൾക്കിത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. നമ്മൾ പലർക്കും ഇതുണ്ടാവും. പക്ഷെ നമ്മുടെ ജീവിതത്തിലെ നോർമൽ ഫങ്ഷനിങ്ങിനെ
നെഗറ്റീവായിട്ട് ബാധിക്കുന്ന രീതിയിൽ അത് വലുതായിട്ടുണ്ടാവില്ല. പക്ഷെ ചില സാഹചര്യങ്ങളിൽ ചില ആളുകൾക്ക് അത് വളരെ, അപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ടുള്ള പ്രൊഫഷണൽ ലൈഫിലോ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ അയാളുടെ എഡ്യൂക്കേഷനിലോ കരിയറിലോ ഒക്കെ വലിയ തടസ്സങ്ങൾ ഉണ്ടാക്കും തോന്നിക്കഴിഞ്ഞാൽ അയാൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അതിൽ കുറച്ച് വളരെ അപൂർവം ആൾക്കാർ ചിലപ്പോൾ ഇതിൻ്റെ പ്രൊഫഷണൽ ഹെൽപ്പ് തേടുന്നതിനെ കുറിച്ച് ആലോചിക്കും. അപ്പോൾ പ്രൊഫഷണൽ നോക്കുമ്പോഴത്തേക്കും ചോദിക്കും അയാൾ എന്തിനാണ് നിങ്ങൾ ഇന്ന സാഹചര്യങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്. വെറുതെ ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ അയാൾക്ക് മനസ്സിലാവും ഇയാൾ എല്ലാ സാഹചര്യങ്ങളിലും ഇതുപോലെ നോ പറയാൻ മടിക്കുകയാണ്. ഇതൊരു കോമൺ സിറ്റുവേഷൻ ആണ്. മിക്കവാറും വലിയ പ്രൊഫഷണൽ എനിക്ക് പോലും മനസ്സിലാവും. കാരണം ഇതൊരു കോമൺ കാര്യമാണ്. ഞാനൊരു വിദ്യാർത്ഥികളെ കാണുന്ന അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ സ്ഥിരം കാണുന്നതാണ്. ഒരുപാട് വിദ്യാർത്ഥികൾ അങ്ങനെ ഉണ്ട്. ഞാൻ അവരുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ ശ്രദ്ധിക്കുമ്പോൾ അവർക്കറിയാം അവർ എപ്പോഴും ഇങ്ങനെ പേടിച്ച് ഇപ്പോൾ ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പെട്ടെന്ന് അവരുടെ കൈകൾ നോക്കിയാൽ മതി, അവരിങ്ങനെ വിറയ്ക്കുകയോ ഒക്കെ ചെയ്യും. അതൊരു ആങ്സൈറ്റിയുടെ ടിപ്പിക്കൽ ലക്ഷണമാണ്. അപ്പോൾ അവരുടെ ഉള്ളിൽ എവിടെയോ ഇങ്ങനെ ഒരു സംഗതി നോ പറയാൻ മടി, അല്ലെങ്കിൽ സിറ്റുവേഷനോട് എങ്ങനെ പ്രതികരിക്കണം എന്നറിയില്ല. പിന്നിലേക്ക് ചോദിച്ചു വരുമ്പോഴത്തേക്കും ഇവർ ജനറലി അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു എനിക്ക് ഇടപെടാൻ പറ്റും. ഞാൻ പറഞ്ഞാൽ എനിക്ക് സംശയം തോന്നും. ഒരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഒരു പ്രൊഫഷണലായിട്ടൊരു ആളിന് സംസാരിച്ച് കഴിയുമ്പോൾ മനസ്സിലാവും ഇയാളുടെ ചിന്താഗതിയിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങളുള്ളത്. ചിലപ്പോൾ ഇതൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള തോട്ടേ അല്ല. കാരണം അയാൾ ഒരുപാട് കാര്യങ്ങളിൽ അയാൾക്ക് ടാലൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അയാൾക്ക് പെർഫോം ചെയ്യുന്ന ഏരിയകളുണ്ട്. പക്ഷെ അയാൾ അത് ശ്രദ്ധിക്കുന്നില്ല. നമ്മുടെ മൈൻഡിൽ നമ്മൾ കോഗ്നിറ്റീവ് ബയാസുകളെ കുറിച്ച് പറയുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ധാരണകളെ ശരിയാക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കൂ. അപ്പോൾ അയാൾ എവിടെയെങ്കിലും ഒരിടത്ത് നെഗറ്റീവ് അഭിപ്രായം കിട്ടുന്നുണ്ടെങ്കിൽ അയാൾ അതെല്ലാം ശ്രദ്ധിച്ചു വെക്കും. പക്ഷെ ആരെങ്കിലും അയാളെ കുറിച്ച് പോസിറ്റീവായിട്ട് പറഞ്ഞാൽ അയാൾ ശ്രദ്ധിച്ചിട്ടേ ഉണ്ടാവില്ല. കാരണം അയാളുടെ ഉള്ളിലിരിക്കുന്ന വിശ്വാസം മോശമാണ്, ഞാൻ മോശമാണെന്നുള്ളതാണ്. ദർ ഇസ് സംതിങ് റോങ് വിത്ത് മീ, ഇങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ അയാൾ അതിനുള്ള തെളിവുകളെല്ലാം ശേഖരിച്ച് വെച്ചിട്ടുണ്ടോ. അപ്പോൾ തെറാപ്പിസ്റ്റ് പറയുന്നത് ഓരോരോ സിറ്റുവേഷൻസ് ആയിട്ട് എടുത്തിട്ടിട്ട് ഇവിടെ നിങ്ങളുടെ ടീച്ചർ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ ചിലപ്പോൾ അത് എഴുതി വെക്കാൻ പറയും. അപ്പോൾ അയാൾ എഴുതി വെക്കുമ്പോഴത്തേക്കും അയാളുടെ മനസ്സിലത് കുറച്ചുകൂടെ ശ്രദ്ധിക്കാൻ തുടങ്ങും. അപ്പോൾ എന്നെക്കുറിച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും പറയപ്പെടുന്നുണ്ട്. അത് മനസ്സിൽ പതിയുമ്പോൾ നമ്മൾ തന്നെ നമ്മളെ മനസ്സിൽ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അയാൾക്ക് പൊതുവെ ഈ ധാരണ ഷെയ്ക്ക് ചെയ്യാൻ തുടങ്ങും, ഞാൻ അത്ര മോശമൊന്നുമല്ല. ഇതാണ് കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് എന്ന് പൊതുവെ സൈക്കോളജിക്കാരുടെ ഭാഷയിൽ പറയുന്നത്. അതായത് നമ്മുടെ മനസ്സിലിരിക്കുന്ന സ്ട്രക്ചറിനെ നമ്മളൊന്ന് അത് എങ്ങനെയോ നമ്മളുടെ എക്സ്പീരിയൻസ് കൊണ്ട് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കുറേ ധാരണകൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു. ആ ധാരണയെ തിരുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാം. ഇതാണ് സൈക്കോളജിയിലെ അപ്രോച്ച്. ചിലയിടങ്ങളിൽ ഇത് ഫിസിയോളജിക്കൽ സിംറ്റംസ് ആയിരിക്കും. ഇപ്പോൾ ആങ്സൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഈ സ്ട്രെസ് ഹോർമോണൊക്കെ റിലീസ് ചെയ്യും. മസ്തിഷ്കത്തിലെ ചില ഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, ന്യൂറോണുകൾക്കിടയിൽ ന്യൂറോണൽ സിഗ്നൽ ഫയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഭയങ്കര ആക്റ്റീവായിട്ടൊരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു വിഷയം അലട്ടുകയാണെന്നുണ്ടെങ്കിൽ ബേസിക്കലി ന്യൂറോൺ ഇങ്ങനെ ഫയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ന്യൂറോൺ ഇങ്ങനെ ഫയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറങ്ങാൻ പറ്റില്ല ചിലപ്പോൾ. അപ്പോൾ ഉറക്കം നഷ്ടപ്പെടും. ഇപ്പം ആങ്സൈറ്റിയുടെ ഒക്കെ സിംറ്റംസ് ചിലപ്പോൾ ഹാർട്ട് ബീറ്റ് കൂടുതലായിരിക്കും. ഇതൊക്കെ ഫിസിക്കലി ഫീൽ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അത് ചിലപ്പോൾ ഈ ഒരാൾ പറഞ്ഞ് അയാളെ ഡീൽ ചെയ്യിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ സഹായിക്കുന്നത് അവിടെ അതിന് പറ്റിയൊരു മെഡിസിനോടെ കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ ഈ ഒരു സ്ട്രെസ്സ് കാരണം അയാൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് കുറച്ചിട്ട് അതിനോടൊപ്പം അയാൾക്ക് കുറച്ചുകൂടെ കാമായിട്ട് ഈ അയാളുടെ തോട്ട്സിനെ മോണിറ്റർ ചെയ്യാനുള്ള ശേഷി. ഇതാണ് ആ കമ്പൈൻഡ് യൂസ്. അപ്പോൾ ഇതെല്ലാം ശരിക്കും നമുക്ക് ചുറ്റും ഡോക്ടർമാരും തെറാപ്പിസ്റ്റുകളൊക്കെ നിരന്തരം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ഒരിക്കലും ഒരു എഡ്യൂക്കേഷണൽ പോയിന്റ് ഓഫ് വ്യൂവിൽ ആളുകളിലേക്ക് എത്തുന്നില്ല. ഒരു സ്റ്റുഡൻറ്റ് ആങ്ഷ്യസ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നത് ഒരു ആങ്സൈറ്റി ഇഷ്യൂ ഉണ്ടാകാം. ഇത് വളരെ സിമ്പിളായിട്ടൊരു വിഷയം പ്രൊഫഷണലായിട്ടുള്ള ആളിന് പരിഹരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അയാൾ ആദ്യം ഒരു ചിന്തിക്കുന്നത് അപ്പോൾ എനിക്ക് മാനസിക രോഗമാണ്, വട്ടാണെന്നാണോ സാറ് പറയുന്നത്. എനിക്ക് പോലും പേടിയാണ് അങ്ങനെ പറയാൻ. അപ്പോൾ ആ കുട്ടിയുടെ പാരൻസിനൊക്കെ പറഞ്ഞാൽ തീർന്നു, സാർ എന്താ പറയുന്നത്, എനിക്ക് എൻ്റെ കുട്ടിക്ക് വട്ടാണോ, എൻ്റെ കുട്ടിക്ക് ഒരു കുഴപ്പം, ഇങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ അവർ ഓവർ റിയാക്ട് ചെയ്യും. പല ആളുകളെടുത്തും അങ്ങനെ പറഞ്ഞു. അപ്പം ചെറിയ കുട്ടികളിൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ADHD ഭയങ്കര വികൃതിയായിരിക്കും, ചീത്തപ്പേരായിരിക്കും, അവൻ്റെ സ്വഭാവ ദൂഷ്യമായിട്ടാണ് കണക്കാക്കുന്നത്. ചിലപ്പം അസുഖമായിരിക്കും. അതിനൊരു ക്ലിനിക്കലായിട്ടൊരു ഇൻ്റർവെൻഷൻ നടത്തി കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിലെ മറ്റ് പ്രശ്നങ്ങളെല്ലാം ചിലപ്പോൾ പരിഹരിക്കപ്പെട്ടേക്കും. പക്ഷെ അതിനെ കാമായിട്ട് അല്ലെങ്കിൽ അതിനെ ഒരു റിയലിസ്റ്റിക് ആയിട്ട് സമീപിക്കാനുള്ളൊരു അവയർനെസ് നമുക്ക് ചുറ്റുമില്ല. അത് നമ്മളിങ്ങനെ നിരന്തരം പറഞ്ഞുണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ മാർഗം. ചിലപ്പോൾ സന്തോഷം വന്നാൽ പോലും നമ്മൾക്ക് ഉറങ്ങാൻ പറ്റില്ല എന്ന് വരും. അത് ഈ നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ ആക്റ്റീവായിട്ടിരിക്കുകയാണ്. എക്സൈറ്റ്മെന്റ്, പിറ്റേന്ന് ടൂർ പോകുന്നുണ്ടെങ്കിൽ ഉറങ്ങാൻ പറ്റില്ല. നമ്മൾ അലാറം വെക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഉറങ്ങിയാലല്ലേ. അതേപോലെ ഈ മെൻ്റൽ ഹെൽത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഫിസിക്കൽ ഹെൽത്തിൻ്റെ കാര്യത്തിൽ പോലെയുള്ളൊരു പ്രോഗ്രഷനോ അല്ലെങ്കിൽ നമ്മൾ റോക്കറ്റ് സയൻസിലെ പോലെയുള്ളൊരു ഒരു പുരോഗമനോ ഉണ്ടാവോ, അതെങ്ങനെ കമ്പയർ ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ അങ്ങനെയല്ല ഇത് നിൽക്കുന്നത്. ഇപ്പോഴും നമുക്ക് കുറച്ചുകൂടെ എന്താ പറയുക, മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് അറിയില്ലെങ്കിലും ഫിസിക്കൽ ഹെൽത്തിനെ കുറിച്ചൊക്കെ ഒരു ധാരണയുണ്ട്. പക്ഷേ ആ ധാരണ ഉള്ളപ്പോഴും നമ്മളിപ്പോൾ നാച്ചുറോപ്പതി എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്.
നമ്മളെല്ലാം ഭയങ്കര നാച്ചുറൽ എന്നൊക്കെ പറയുന്ന ചില വാക്കുകളുടെ തെറ്റായ പ്രയോഗങ്ങളുണ്ട്. നമ്മൾ പലപ്പോഴും ചെറിയ പാരസെറ്റമോൾ കഴിച്ചാൽ തീരാവുന്ന ചില പ്രശ്നങ്ങളുണ്ടാവും. അത് വളരെ വില കുറഞ്ഞതുകൊണ്ടും ഒക്കെ പ്രചാരം നേടിയ, ഇല്ലെങ്കിൽ ലോകമാകമാനം ഉപയോഗിക്കുന്ന ഒരു സംഗതിയൊക്കെ ആയിരിക്കും. അതെ, പക്ഷെ അതിന് വില കാണില്ല. നമ്മൾ അത് ചെറിയ പൈസക്ക് കിട്ടുന്നതുകൊണ്ടുള്ള ഒരു പ്രശ്നമുണ്ട്. പക്ഷെ മറ്റേതിൽ നമ്മൾ കുറേ പരിപാടികളൊക്കെ ചെയ്ത് ഏതാണ്ടൊക്കെ ചെയ്ത് ഒരു ഫീലൊക്കെ ഉണ്ടാക്കുമ്പം ബെസ്റ്റാണ്, സൂപ്പറാണ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഇതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുക? ഫിസിക്കൽ ഹെൽത്തിനെ കുറിച്ചൊരു ധാരണ ഉണ്ട് എന്ന് പറഞ്ഞെങ്കിലും ഞാൻ അതിനോട് യോജിക്കുന്നില്ല. കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഭൂരിഭാഗം ആളുകൾക്കും ഒരു മനുഷ്യ ശരീരത്തിൻ്റെ ബേസിക് ഫങ്ഷനിങ് എങ്ങനെയാണെന്ന് അറിയില്ല. കുറേ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ആമാശയവും ഹൃദയവും കിഡ്നിയൊക്കെ ഉണ്ടെന്നൊക്കെ പഠിച്ചിട്ടുണ്ടെന്നല്ലാതെ എക്സാക്ട്ലി ഈ സംഗതി എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് ഭൂരിഭാഗം ആളുകൾക്കും കൃത്യമായ ധാരണയില്ല. അപ്പോൾ ആഹാരം കഴിക്കുമ്പോൾ ഈ ആഹാരത്തിന് എന്താണ് സംഭവിക്കുന്നത്, ഉമിനീരിൻ്റെ ജോലി എന്താണ്, നാക്കിൻ്റെ ജോലി എന്താണ്, ഈ ശരിക്കും ശ്വാസകോശത്തിൻ്റെ ജോലി എന്താണ്, ശ്വാസം എങ്ങനെയാണ് അകത്തേക്ക് എടുക്കുന്നത്, ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്ക് ഉറപ്പാണ് ആളുകൾ കൃത്യമായ ഒരു ഉത്തരം പറയുന്നത് വളരെ കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ എന്താണ് കരളിൻ്റെ ജോലി എന്ന് ചോദിച്ചാൽ ഒന്ന് സ്വന്തം എക്സ്പീരിയൻസ് നിന്ന് ആലോചിച്ച് നോക്കും, എത്ര പേര് മറുപടി പറയും? വലിയ പാടാണ്. ആ PSC പരീക്ഷയ്ക്ക് ചോദിക്കും ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്, കരൾ. അതൊക്കെ എഴുതും, അതറിയാം. പക്ഷെ കരൾ എന്താണ് ചെയ്യുന്നത്, പ്രോസസ്സ്, കിഡ്നി എന്താണ് ചെയ്യുന്നത്? കിഡ്നി ചിലപ്പോൾ പറയായിരിക്കും, കുറേ സ്ഥലങ്ങളിൽ ഫിൽറ്ററിങ് എവിടുന്നോ കേട്ടിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് എന്തിനാണ് ഈ ഫിൽറ്റർ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ ഉത്തരം ഉണ്ടാവില്ല. അപ്പം ശരീരം ബേസിക്കലി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ധാരണ ഇല്ലാത്തിടത്തോളം കാലം ഈ പ്രശ്നം നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഡോക്ടർമാർ ജീവിതശൈലി രോഗത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം, മിസ്സിങ് ആയിട്ടുള്ള ഏരിയ, ശരീരം എങ്ങനെ പ്രവർത്തിക്കുന്നത് നമ്മൾ ആദ്യം പറയേണ്ടതുണ്ട്. അപ്പോൾ ശരീരത്തെക്കുറിച്ചിട്ടുള്ള ധാരണ ഇല്ലായ്മയാണ് ഈ രോഗത്തെക്കുറിച്ചുള്ള ചർച്ചകളിലും കാണുന്നത്, അല്ലെങ്കിൽ സംശയങ്ങളിൽ കാണുന്നത്. അതുപോലെ ഈ ആരോഗ്യം, മരുന്ന്, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിൽ നമ്മുടെ ചർച്ച പോകുമ്പോൾ ഈ ഒരു അറിവില്ലായ്മ ഭയങ്കര പ്രകടമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് ഈ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് സേഫാണ് എന്ന് വിചാരിക്കുന്നത്. അതുപോലെ ഇപ്പോൾ പാർശ്വഫലങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമല്ലോ. പാർശ്വഫലങ്ങളെക്കുറിച്ച് ഈ മോഡേൺ മെഡിസിനാണ് ഈ ചീത്തപ്പേരുള്ളത്. മോഡേൺ മെഡിസിന് സൈഡ് എഫക്ട്സ് ഉണ്ട്. പക്ഷേ ആയുർവേദത്തിനും ഹോമിയോയ്ക്കും സൈഡ് എഫക്ട്സ് ഇല്ല. ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഫോർമൽ എഡ്യൂക്കേഷൻ ഒന്നും ഇല്ലാത്ത ആൾക്കാർ പോലും ആധികാരികതയോടെ പറയും അത് അലോപ്പതി ആണെങ്കിൽ സൈഡ് എഫക്ട്സ് ഉണ്ടാവും, ഹോമിയോ ആണെങ്കിൽ സൈഡ് എഫക്റ്റ് ഇല്ല എന്ന് പറയും. പിന്നെ ഹോമിയോ കുട്ടികൾക്ക് ഫലപ്രദമാണെന്ന് പറയുന്നത്, കാരണം അലോപ്പതി മെഡിസിൻ കുട്ടി കഴിക്കത്തില്ല, കയ്പുണ്ടാവും, സ്മെല്ലുണ്ടാവും. മറ്റത് പഞ്ചസാര കുഞ്ഞ് കഴിക്കും. അപ്പം കുഞ്ഞ് കഴിക്കുകയും അസുഖം മാറുകയും ചെയ്യുമ്പോൾ നമ്മൾ ഈ മരുന്ന് കൊണ്ടാണെന്ന് ഉറപ്പിക്കുകയും ചെയ്യും. അത് നമ്മൾ സ്വാഭാവികമായിട്ട് എത്തിപ്പെടുന്നതാണ്. അപ്പം ഇവിടെ എല്ലാം കാണുന്നത് ഈ മനുഷ്യൻ എപ്പോഴും പരിചയമില്ലാത്ത കാര്യങ്ങളെ നമ്മൾ പേടിയോടെ കാണുന്നത്, അറിയാത്ത കാര്യങ്ങളെ നമ്മൾ പേടിയോടെ കാണുന്നത്. ഇപ്പം നമുക്കിപ്പം കറുവപ്പട്ട പരിചയമുള്ള കാര്യം, സേഫാണ്, നമുക്കൊരു സെക്യൂരിറ്റി ഫീൽ, നമുക്കറിയാവുന്ന ആളാണല്ലോ, അതെ അത് പട്ടയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ പാവയ്ക്ക നമ്മുടെ പറമ്പിലൊക്കെ നമുക്ക് കാണാം, നമുക്ക് ഉണ്ടാകും. പക്ഷേ പാരസെറ്റമോൾ നമ്മളെങ്ങനെ താഴെ കണ്ട് ഇത് എവിടുന്നോ ഒരു ദുരൂഹമായ സ്ഥലത്ത് നിന്ന് പാക്കറ്റിൽ വരുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അത് കാണുമ്പോഴേ അറിയാം അതൊരു മെഷീൻ ഇടപെട്ടിട്ട് ചെയ്തേക്കുന്നതാണ്, അതൊരു നാച്ചുറൽ അല്ല. അപ്പോൾ അതിനെ നമ്മൾ പേടിക്കും. പക്ഷേ ശരീരത്തെക്കുറിച്ചിട്ടുള്ള അടിസ്ഥാന ധാരണ ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഉൽപ്പന്നമായിട്ട് ആദ്യം ഉണ്ടാവേണ്ട ധാരണ എന്ന് പറഞ്ഞാൽ ശരീരത്തിന് നിങ്ങളുടെ അകത്തേക്ക് കിട്ടുന്ന സംഗതി, നിങ്ങളകത്തേക്ക് വലിച്ചെടുക്കുന്നതോ കഴിച്ച് വെള്ളമായിട്ടോ ഖരാരൂപത്തിലോ നിങ്ങൾ അകത്തേക്ക് എടുക്കുന്ന ഒരു സാധനവും എങ്ങനെ ഉണ്ടായി എന്നറിയില്ല, അല്ലെങ്കിൽ ഇത് എവിടെ നിന്നാണ് വരുന്നത് എന്നറിയില്ല. അതിനകത്ത് എന്താണ് എൻ്റെ രാസ സ്വഭാവം എന്നാണ് ശരീരത്തിന് മനസ്സിലാവുന്നത്. കാരണം ഈ രാസവസ്തു ശരീരത്തിലെ രാസവസ്തുക്കളായിട്ട് പ്രവർത്തിക്കും. അപ്പോൾ ആ പ്രവർത്തനമാണ് ശരീരത്തിന്. ശരീരത്തിലെ ജൈവവസ്തു അല്ല ഉള്ളത്, രാസവസ്തുവാണ്. ദഹനം എന്ന് പറയുന്നത് ഒരു +2 ലെവലിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം പഠിച്ചാൽ മനസ്സിലാവും. ഈ ദഹനം എന്ന് പറയുന്നത് കിഡിലെ രാസപ്രവർത്തനങ്ങളുടെ ഒരു സീരീസാണ്. ഒരുപാട്, അതായത് നമ്മൾ അകത്തേക്ക് ചെല്ലുമ്പോൾ ശരീരത്തിന് എന്തിനാണ് ഭക്ഷണം? ശരീരത്തിന് ഊർജ്ജം ഉണ്ടാക്കണം, അതിനുള്ള ഐറ്റം വെളിയിൽ നിന്ന് വരണം. അതിന് നമ്മുടെ ശരീരത്തിൽ ഇവോൾവ് ചെയ്തേക്കുന്ന രീതി വെച്ചിട്ട് അതിന് കുറച്ച് മോളിക്യൂൾസ് വേണം. ആ മോളിക്യൂൾസിനാണ് നമ്മൾ ന്യൂട്രിയൻസ് എന്ന് വിളിക്കുക. ന്യൂട്രിയൻസിൽ തന്നെ മാക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും ഉണ്ട്. വലിയ അളവിൽ നമുക്ക് വേണ്ട ന്യൂട്രിയൻസ് ആണ് മാക്രോ ന്യൂട്രിയൻസ്. നമുക്ക് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് എല്ലാം നമുക്ക് വേണ്ട മാക്രോ ന്യൂട്രിയൻസ് ആണ്. ചെറിയ അളവിൽ വേണ്ട വൈറ്റമിൻസ് അങ്ങനെയുള്ള സംഗതികളിൽ ചെറിയ അളവിൽ, അതുകൊണ്ടാണ് നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് എന്ന് വിളിക്കുന്നത്. സോൾട്ടൊക്കെ അതിൽ വരും. അപ്പോൾ ഇതൊരു രാസപ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള സംഗതിയാണ്. രാസപ്രവർത്തനം നടക്കുന്ന നമ്മൾ എപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ
ലിക്വിഡ് മീഡിയത്തിലാണ് ഏറ്റവും നന്നായി രാസപ്രവർത്തനം നടക്കുക. സോളിഡ് ആണെങ്കിൽ തന്മാത്രക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. ഗ്യാസ് ആണെങ്കിൽ അവർക്ക് തമ്മിൽ അടുത്ത് വരാൻ പറ്റത്തില്ല, ദൂരെയാണ്. അപ്പം ലിക്വിഡാണ് ഇതിന് പറ്റിയ സാഹചര്യം. വെള്ളവും വേണം. ഈ വെള്ളം അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ശരീരത്തിൽ 60% വെള്ളമാണ്. കാരണം ഈ പ്രോസസ്സ് മുഴുവൻ ഈ ലിക്വിഡ് മീഡിയത്തിലാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ന്യൂട്രിയൻസിന് വേണ്ടിയിട്ടാണ് ഈ സാധനങ്ങൾ അകത്തേക്ക് എടുക്കുന്നത്. ഇതെങ്ങനെയാണ് നമ്മൾ അകത്തേക്ക് എടുക്കുന്നത്? വേറൊരു ജീവിയുടെ ശരീരമോ അല്ലെങ്കിൽ ഒരു പ്ലാന്റ് ബോഡിയോ ഒക്കെ ആയിരിക്കും. ഒരു പഴം നമ്മൾ അകത്തേക്ക് കഴിക്കുമ്പം പഴം എന്താണ്? മറ്റേ ആ ചെടി അതിൻ്റെ വിത്ത് സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു കവറിങ്ങിനകത്താണ് അതിൻ്റെ വിത്തിരിക്കുന്നത്. ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്ന ഉപമ മാമ്പഴത്തിൻ്റെ ഉപമയാണ്. ഇത് മാവ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? മാവ് ഒരു സസ്യമാണ്. അപ്പോൾ അതിന് ചലനശേഷിയില്ല. അപ്പോൾ അത് നിൽക്കുന്നിടത്തെ റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് അതിന് വളരാൻ. അപ്പം അതിൻ്റെ വിത്തിലൂടെയാണ് അത് അടുത്ത തലമുറ ഉണ്ടാക്കുന്നത്. ഈ വിത്ത് എന്ന് പറയുന്നത് മെച്ചുർ ആവാനൊരു സമയമുണ്ടല്ലോ. ഈ വിത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ഇതിനൊരു കവറിങ് ഉള്ളത്. ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ടിനകത്താണ് വിത്തിരിക്കുന്നത്. ഈ ഫ്രൂട്ടിൻ്റെ പർപ്പസ് ഒരു ടെക്നിക്ക്, ഒരു സ്ട്രാറ്റജിയാണ്. അതായത് ഈ വിത്ത് മാത്രമാണ് ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ ഈ വിത്ത് മെച്ചുറായി ഈ മരത്തിൻ്റെ ചുവട്ടിൽ വീണ് ഇവിടെ തന്നെ വളരണം. അപ്പോൾ ഈ മാവും അതിൻ്റെ ആ വിത്തിൽ നിന്ന് വരുന്ന ബാക്കി മാവുകളും ഇതേ സ്ഥലത്ത് ന്യൂട്രിയൻസ് ഷെയർ ചെയ്യണം. അത് നഷ്ടക്കച്ചവടമാണ്. ഈ വിത്ത് വേറൊരു സ്ഥലത്ത് നിന്ന് വീഴുന്നതാണ് മാവിന് നല്ലത്. അപ്പോൾ അത് ചെടി ആയതുകൊണ്ട് അതിന് ചലിക്കാൻ പറ്റില്ല. പക്ഷെ ചലിക്കാൻ പറ്റുന്ന മറ്റ് സംഗതികളെ സഹായം നേടാം. അവരെ വിളിച്ചു വരുത്തിയാൽ മതി. സീഡ് ഡിസ്പേഴ്സേഴ്സ് എന്നാണ് ബയോളജി അതിനെ വിളിക്കുന്നത്. അപ്പോൾ അവരെ വരുത്താൻ പറ്റുന്ന എന്തെങ്കിലും ഇതിനകത്ത് വേണം. അപ്പോൾ അതിന് പറ്റിയ ഫ്രൂട്ട്സ്, അതിനകത്ത് ഷുഗറുണ്ട്, എനർജി സോഴ്സാണ്. അപ്പോൾ ഇതുണ്ടെന്ന് നേരത്തെ അറിയിക്കാൻ വേണ്ടി കുറച്ച് സ്മെല്ലൊക്കെ പുറത്തേക്ക് ഇട്ടുകഴിഞ്ഞാൽ ഇവരെല്ലാം അറിയും. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്മെല്ലൊന്നും അല്ലെങ്കിൽ ഈ നമുക്ക് ആ മാമ്പഴത്തിൻ്റെ ആ മണമൊന്നും തുടക്കത്തിലേ കാണത്തില്ല. അത് റൈപ്പായാലേ വരും. എന്തുകൊണ്ടാണ്? ഈ വിത്ത് മെച്ചുറാവണം, ഇല്ലെങ്കിൽ താഴെ വീണ കിളിക്കില്ല. അപ്പോൾ പച്ച ആയിരിക്കുമ്പോൾ ഇമ്മെച്ചുറായിട്ടുള്ള സീഡാണെങ്കിൽ അത് പൊതുവെ അട്രാക്റ്റീവ് അല്ലാത്ത ഫ്രൂട്ടായിരിക്കും. പച്ച മാങ്ങ അതിനൊരു രൂക്ഷഗന്ധമാണ്. ഒരുവിധപ്പെട്ട ജീവികളൊന്നും വന്ന് കഴിയും. നമ്മൾ വേറെ രീതിയിൽ ഉപയോഗിക്കുന്നതേ ഉള്ളൂ. ജീവികൾക്ക് നാച്ചുറലി പച്ചമാങ്ങ ഇഷ്ടമല്ല. സീഡ് ഡിസ്പേഴ്സ് ആയിട്ടുള്ള നാച്ചുറൽ ഡിസ്പേഴ്സേഴ്സിന് അത് ഇഷ്ടമല്ല. അപ്പോൾ ഇത് സീഡ് ഡിസ്പേഴ്സ് ആകുമ്പോൾ അകത്തിരിക്കുന്ന മാങ്ങാണ്ടി ഒരു മാവായിട്ട് കിളിക്കാൻ യോഗ്യതയുള്ള സ്റ്റേജിൽ എത്തുമ്പോഴാണ് മാങ്ങയുടെ കളർ മാറും. കളർ മാറിയ ഈ പച്ചയുടെ ഇടയിൽ നിന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. മറ്റത് പച്ചാറം തന്നെ. ചുരുക്കി പറഞ്ഞാൽ ഈ മാങ്ങ എന്ന് പറയുന്ന സംഗതി മുഴുവൻ മാങ്ങാണ്ടിക്ക് വളരാനുള്ള റിസോഴ്സസും ഈ മാങ്ങാണ്ടി വേറെടുത്ത് കൊണ്ടിടാൻ സാധ്യതയുള്ള മറ്റ് ജീവികളെ അട്രാക്ട് ചെയ്യാനുള്ള സംഗതികളാണ്. ഈ ഇതിലേക്ക് വരേണ്ടതുണ്ട്. അതിന് മുമ്പ് ഇടയ്ക്കൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ പരിണാമത്തെ പറയുന്ന സമയത്ത് ഈ മാങ്ങ അങ്ങനെ ആവാൻ വേണ്ടി ആയതാണോ അതെ അങ്ങനെ ആയത് നിലനിന്നതാണോ? അങ്ങനെ ആയതുകൊണ്ടാണ് മാവ് നമ്മൾ കാണുന്ന എല്ലാ ജീവികൾക്കും അങ്ങനെ ആ ഒരു സെലക്ഷൻ പ്രോസസ്സിലൂടെയാണ്. മറ്റു ജീവികൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റു ജീവികൾ ഈ പഴം കഴിക്കാൻ വരും. അത് കഴിക്കുമ്പോൾ മാങ്ങാണ്ടി അകത്ത് പോകും. അത് എവിടെ നിന്ന് കാഷ്ടിക്കുമ്പോൾ മാങ്ങാണ്ടി അവിടെ വീഴും. മാങ്ങാണ്ടി ദഹിപ്പിക്കാൻ പറ്റത്തില്ല, സോൾഡാണ്. അകത്തുനിന്ന് കിളിച്ച് വരും. മാവ് വേറൊരു സ്ഥലത്ത് അതിൻ്റെ ചെടി ഉണ്ടാകും. ഓരോ ചെടികളും ഓരോ രീതിയിലാണ് ഈ ടെക്നിക്ക് ഉപയോഗിച്ചത്. തേങ്ങ അതല്ല ചെയ്യുന്നത്. തേങ്ങ കഴിഞ്ഞാൽ പൊങ്ങിക്കിടക്കാൻ പറ്റുന്നൊരു സംഗതിയാണ് ഉള്ളത്, തൊണ്ടാണ്. അപ്പോൾ അത് വെള്ളത്തിൽ കൂടെ ഒഴുകി അങ്ങ് പോയി കഴിഞ്ഞാൽ വേറെ എവിടെയെങ്കിലും ചെന്ന് അടിഞ്ഞ് അവിടെ നിന്ന് കിളിച്ചു വരാം. ഞാൻ പറഞ്ഞു വന്നത്, നമ്മളിതിൽ നിന്നും ഒരു യൂസ് കണ്ടെത്തുകയാണ്. ഫ്രൂട്ടിനകത്ത് ഷുഗറുണ്ട്. അപ്പോൾ അതുപോലെ മാംസം ഭക്ഷിക്കുമ്പോൾ നമ്മൾ കണ്ടെത്തിയതാണ് വേറൊരു ജീവി ഉണ്ടാക്കി വെച്ചേക്കുന്ന സംഗതിയായത്. പ്രോട്ടീനുണ്ട്, ഫാറ്റുണ്ട്. അത് നമുക്കും കഴിക്കാം. അത് നമുക്ക് നേരിട്ട് പ്രോട്ടീനും ഫാറ്റായിട്ട് കിട്ടും. ഇത് ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഈ സാധനം അബ്സോർബ് ചെയ്യുന്നത് ഇതുപോലെ ചെറിയ മോളിക്യൂൾസ് ആയിട്ടാണ്. മാംസം മൊത്തത്തിൽ തന്നെ എടുക്കാൻ പറ്റില്ല, ഇല മൊത്തത്തിൽ തന്നെ എടുക്കാൻ പറ്റില്ല. അതിന് കാണാൻ പറ്റുന്ന ഈ മൈക്രോ ന്യൂട്രിയൻസ്, ഷുഗർ, ഗ്ലൂക്കോസ്, ഇങ്ങനെയുള്ള സംഗതികൾ അതിന് കാണാൻ പറ്റും. ഇത് നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ്? നിങ്ങൾ കരിമ്പ് സംസ്കരിച്ചുണ്ടാക്കിയ ഷുഗറാണോ അതോ വേറെ എവിടെ നിന്ന് വന്ന ഷുഗർ? അതിന് ഈ പറഞ്ഞ കെമിക്കൽസിനെ അറിയുള്ളൂ. അപ്പോൾ നമ്മൾ അകത്തേക്ക് എടുക്കുന്ന ഇപ്പോൾ ഒതളങ്ങ നാച്ചുറൽ ആണല്ലോ, അകത്തേക്ക് ഇന്ന് എന്ത് സംഭവിക്കും? ഒതളങ്ങയ്ക്കകത്തുള്ള രാസവസ്തു ഉണ്ട്. അത് ശരീരത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു ന്യൂറോ ടോക്സിക് റിയാക്ഷനാണ്. നിങ്ങളുടെ നെർവ്സിനെ ബാധിക്കും. അപ്പം നിങ്ങൾ മരിക്കും. സൂയിസൈഡ് ഫ്രൂട്ട് എന്നാണ് ഒതളങ്ങയെ വിളിക്കുന്നത്. പാവങ്ങളാണ് മരിക്കാൻ ഉപയോഗിക്കുന്നത്. വിഷം വാങ്ങാൻ ശേഷിയില്ലാത്തവർ പല തേർഡ് വേൾഡ് കൺട്രീസിലും ആൾക്കാർ ഈ പഴം കഴിച്ചിട്ടാണ് സൂയിസൈഡ് ചെയ്യുന്നത്. അപ്പം നാച്ചുറൽ എല്ലാം സേഫ് ആണെന്ന് ഉള്ളതിന് ഇനി വേറെ കാര്യം കൗണ്ടർ ആർഗ്യുമെൻ്റ് ആവശ്യമില്ല. അങ്ങനെ നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് സംഗതികൾ. കാരണം ഒതളങ്ങയ്ക്ക് അതിൻ്റെ കായോ മാങ്ങയ്ക്ക് മാവിൻ്റെ മാങ്ങയോ ഒന്നും നമുക്ക് കഴിക്കാൻ വേണ്ടിയല്ല, അതിൻ്റെ ഇതുണ്ടാക്കാനാണ്.
അപ്പോൾ ഇപ്പോൾ കാണുന്ന ഒരു ടെൻഡൻസി എന്ന് പറഞ്ഞാൽ ആളുകൾ ഈ ഒരു ഇതിൻ്റെ പുറത്ത് ഇപ്പോൾ പച്ചക്കറി ആരോഗ്യത്തിന് നല്ലതാണ്. ഞാൻ കാണുന്നതാണ്. ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൻ്റെയൊക്കെ പല ഭാഗങ്ങളിലും രാവിലെ ആളുകൾ മോർണിംഗ് വാക്കിന് വരും. അവിടെ ഈ വലിയ തോതിലുള്ള ജ്യൂസ് വിറ്റ് പോകുന്ന സ്ഥലങ്ങളുണ്ട്. ABC മറ്റേ ജ്യൂസ് മറിച്ച ജ്യൂസ് പലതും ഭയങ്കര അപകടം പിടിച്ച സംഗതികളാണ്. ഇപ്പോൾ പാവയ്ക്ക ജ്യൂസ്, നമ്മുടെ ഈ സിമ്പിൾ ലോജിക്ക് കൊണ്ടുള്ള ആളുകൾ വിചാരിച്ചിട്ടുണ്ട് പാവയ്ക്ക നേരിട്ട് ഷുഗർ കുറയ്ക്കും. കാരണം പാവയ്ക്ക കയ്പ്പാണ്, ഷുഗർ മധുരത്തിൻ്റെ ആണല്ലോ. അപ്പോൾ അതിനെ കൗണ്ടർ ഇങ്ങനെയുള്ള നമ്മൾ ഇത് സിമ്പിൾ ലോജിക്കാണ്. ഇങ്ങനെ ഇതിൻ്റെ വേറെ പ്രശ്നം. ആഫ്രിക്കയിലെ പല സ്ഥലങ്ങളിലും ആളുകൾ കാണ്ടാമൃഗത്തെ വേട്ടയാടുന്നത് അതിൻ്റെ കൊമ്പിന് വേണ്ടിയിട്ടാണ്. അതെന്തിനാ ഉപയോഗിക്കുന്നത് അറിയാമോ? ഉദാഹരണക്കുറവിനാണ്. ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ. അതായത് ഇതിൻ്റെ കൊമ്പ് ഇങ്ങനെ നിൽക്കുമല്ലേ, മനസ്സിലായി? ഈ നമ്മൾ ഇതിൽ നിന്ന് വ്യത്യസ്തരൊന്നുമല്ല. നമ്മൾ ഈ ലൈനിലാണ് ആലോചിക്കുന്നത്. മധുരം കാരണം ഉണ്ടാകുന്ന അസുഖമാണെങ്കിൽ കയ്പ് കഴിച്ചതിനെ കൗണ്ടർ ചെയ്യും. ഇല്ല, ശരീരം അങ്ങനെയല്ല വർക്ക് ചെയ്യുന്നത്. ഡയബറ്റീസ് ഉണ്ടാകുന്നത് നിങ്ങൾക്ക് മധുരം കൂടുതൽ കിട്ടുന്നതുകൊണ്ടല്ല, മധുരത്തെ പ്രോസസ് ചെയ്യാൻ കഴിയാത്ത വിധം വേറെ പല പ്രശ്നങ്ങൾ അവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഡയബറ്റിക് ആകുന്നത്. അതിന് നിങ്ങൾക്ക് വേറൊരു സാധനം അതിനകത്തേക്ക് കയറ്റി ശരീരത്തിന് ഭാരം കൊടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഈ ഭാരം എന്ന് പറയാൻ കാരണം ഈ കിഡ്നിയുടെ പണി ഫിൽട്ടറിങ് ആണ്. അപ്പം നമുക്ക് വേണ്ടാത്ത സംഗതികളല്ല അത് ഫിൽട്ടർ ചെയ്തെടുക്കണം. വെള്ളത്തിൽ കൂടെയാണ് ഫിൽട്ടർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം കുടിച്ചില്ലെങ്കിൽ ഫിൽട്ടറിങ് നടക്കില്ല. ആ സാധനമെല്ലാം കിഡ്നിയിൽ സ്ട്രെയിൻ ആയിട്ട് വരും. അപ്പം പൊതുവെ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഈ വായിലൂടെ അകത്തേക്ക് എടുക്കുന്ന എന്തെടുത്താലും പണി മുഴുവൻ കിട്ടുന്നത് കിഡ്നിക്കും ലിവറിനുമാണ്. അപ്പം ഇങ്ങനെയുള്ള സംഗതികൾ ഇതിനകത്തേക്ക് ഒരുപാട് കെമിക്കൽസ് ഉണ്ട്. ഇപ്പോൾ പാവയ്ക്കയിലെ കയ്പ്പെന്ന് പറയുന്നത് പാവൽ എന്ന് പറയുന്ന ചെടിക്ക് അതിൻ്റെ ഇമ്മച്ചുറായിട്ടുള്ള സീഡ് മറ്റു ജീവികൾ തിന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതുണ്ടാക്കി വെച്ചേക്കുന്ന ഒരു ഡിഫൻസ് മെക്കാനിസമാണ്. കയ്പുള്ളതുകൊണ്ട് പെട്ടെന്ന് ആരും കയറി തുരക്കത്തില്ല. അത് ശരിക്കും ഒരു ടോക്സിക് സംഗതിയാണ്, വിഷമാണത്. പക്ഷെ നമ്മൾ സാധാരണ രീതിയിൽ അരിഞ്ഞ് ഉണക്കി തോരനൊക്കെ വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ അതിന് മാത്രമുള്ള അളവിൽ അത് എത്തുന്നില്ല. പക്ഷെ ജ്യൂസ് അടിച്ച് കുടിക്കുമ്പോൾ അങ്ങനല്ല, ഒത്തിരി വലിയ അളവിലാണ്. ഡോസ് മേക്സ് ദ പോയ്സൺ എന്നാണ്. നിങ്ങൾ കഴിക്കുന്ന സംഗതിയുടെ അളവ് ഭയങ്കര പ്രധാനമാണ് ശരീരത്തിൽ. നമ്മുടെ നാട്ടിൽ നിങ്ങളൊരു ഹെപ്പറ്റോളജിസ്റ്റ്, നെഫ്രോളജിസ്റ്റ് ഇങ്ങനെയുള്ളത്, അതായത് കിഡ്നി, ലിവർ ഇതിലൊക്കെ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഡോക്ടർമാരോട് ചോദിക്കും, ഇതുപോലുള്ള നാച്ചുറൽ എന്ന് പറഞ്ഞിട്ട് സംഗതികൾ വലിയ അളവിൽ സേഫ് ആണെന്ന് പറഞ്ഞിട്ട് എന്തോ ഗുണമുണ്ടെന്ന് കരുതി വലിയ അളവിൽ കൺസ്യൂം ചെയ്ത് കിഡ്നിക്കും ലിവറിനും നല്ല അസൽ പണി കിട്ടിയ ട്രാൻസ്പ്ലാന്റേഷൻ വരെ പോകുന്ന ഒരുപാട് കേസസ് നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. ഇതിന് പൊതുവെ പബ്ലിസിറ്റി കിട്ടത്തില്ല, കാരണം പരസ്യം എല്ലാം മറുസൈഡിൽ നിന്നായിരിക്കും വരുന്നത്. ഇത് പക്ഷേ ഡോക്ടർമാർക്ക് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കുറച്ച് ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും കുറച്ച് ബിസിനസ് നടക്കുമല്ലോ. എല്ലാവരും അങ്ങനെ കാണുന്നൊന്നുമല്ല, ഞാൻ പറഞ്ഞതാ. പക്ഷേ അതുകൊണ്ട് അവർക്ക് പരസ്യം ഇതിനെതിരെ ഇങ്ങനെ അവബോധം ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമില്ല. ഈ എക്സ്പേർട്സിനൊക്കെ വേറെ ഒരുപാട് ജോലിയുണ്ട്, പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാനുള്ള ധൃതിയിലായിരിക്കാം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ നമ്മുടെ ശരീരത്തെക്കുറിച്ച് ബേസിക് ആയിട്ടുള്ള ധാരണ ഉണ്ടെങ്കിൽ നമ്മൾ ഈ നാച്ചുറൽ ആയിട്ടുള്ള സംഗതികളെല്ലാം സേഫ് ആണെന്ന് കരുതി ഈ ഇടം വെള്ളം നോക്കാത്തത് മുഴുവൻ. എനിക്ക് പലപ്പോഴും നമ്മൾ ആലോചിച്ച് നോക്കൂ, എവിടെ നിന്നെങ്കിലും ആരെങ്കിലും ഇപ്പോൾ ഒറ്റമൂലികൾ എന്ന് പറയുന്ന ഒരു പുസ്തകം ട്രെയിനിലൊക്കെ വാങ്ങിക്കും. എൻ്റെ ഓർമ്മയിൽ 10 രൂപ കണ്ടായിരുന്നു പണ്ട്. ഇപ്പോൾ കുറേ കാലമായിട്ട് ഞാൻ അങ്ങനെ കാണുന്നില്ല. അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത് 1001 ഒറ്റമൂലികൾ എന്ന് പറയുന്നൊരു പുസ്തകം. ഏതോ ഒരു വൈദ്യർ ഇതാണ്, 10 രൂപയേ ഉള്ളൂ. അതിനകത്ത് മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ക്യാൻസർ, മറ്റേ ആർഷസ്, സോറിയാസിസ്, എയ്ഡ്സ് വരെ ഉണ്ട്. ഇതിനെല്ലാം ഒറ്റമൂലി ഉണ്ട്. നമുക്ക് ചുറ്റും കിട്ടുന്ന കുറേ ചെടികളുടെ പേരാണ്. ഞാൻ ഇത്രയും ഇത്രയും രോഗങ്ങളുടെ മരുന്നറിയാവുന്ന ഒരു ഏതോ വൈദ്യൻ ഇത്രയും സാധനം എഴുതി 10 രൂപയ്ക്ക് വിൽക്കും. ഇത് ചിന്തിക്കാതെ ഞാൻ ഈ പുസ്തകം വിൽക്കുന്ന ആളുടെ തന്ന് ചോദിച്ചു. ഒരു 10 കൊല്ലം മുമ്പാണ് ഞാൻ ചോദിക്കുന്നത്. പുള്ളിയുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന പുസ്തകം ഈ ഒറ്റമൂലി പുസ്തകമാണ്. ഇതിപ്പോൾ ആൾ വായിക്കാൻ വേണ്ടി മാത്രമല്ല വാങ്ങിക്കുന്നത്, ഉറപ്പായിട്ടും അത് പരീക്ഷിക്കും. എന്ത് ഉറപ്പിലാണ്, ആരാണെന്നറിയാത്ത എവിടെയോ ഇരിക്കുന്ന ആഴ എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളൊരു അസുഖത്തിന് ഈ പറയുന്ന ഐറ്റം. ഇതിപ്പോൾ മോഡേൺ വേൾഡിലേക്ക് വരുമ്പോൾ ട്രെയിനിലെ പുസ്തകത്തിൽ നിന്ന് മാറി ഹെൽത്ത് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ രൂപത്തിൽ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബ് ഷോർട്സൊക്കെ ആയിട്ട് കാണാൻ പറ്റും. എന്തൊക്കെയോ കലക്കി കുടിക്കാനാണ് ആൾക്കാർ പറയുന്നത്. ഇതിന് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. ഇത് ഒരു വലിയ പബ്ലിക് ഹെൽത്ത് ഇഷ്യൂ ആണ്. നമ്മുടെ ശരീരത്തെക്കുറിച്ച് ആളുകൾക്ക് യാതൊരു ധാരണയില്ല. ഇതെങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് അറിയില്ല. സ്കൂളിൽ പഠിച്ചതൊക്കെ പരീക്ഷയ്ക്ക് കാണാൻ പഠിച്ച് മാർക്ക് വാങ്ങിച്ച് കളഞ്ഞ് ഒരു ധാരണയില്ല. സത്യം പറഞ്ഞാൽ മസിൽക്ക് എവിടെ ഇരിക്കുന്നുള്ളത് തന്നെ അവർക്ക് സംശയം. അറിയാമോ? സംശയമുണ്ട്. അത്രയ്ക്കും അവസ്ഥയിലാണ് ശരീരത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്.